എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ പേജാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ധാരാളം പണം കൊടുത്ത് പുറത്തുപോയി ഇല്ലസ്ട്രേറ്ററും ഫോട്ടോഷോപ്പൊക്കെ പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോൾഡൻ റേഷ്യോ ലോഗോ, അല്ലെങ്കിൽ ഗോൾഡൻ സർക്കിൾ ലോഗോ, അല്ലെങ്കിൽ ഗോൾഡൻ ലോഗോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ട്വിറ്ററിന്റെ ലോഗോ ഗോൾഡൻ റേഷ്യോയിലാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ഗോൾഡൻ റേഷ്യോ ലോഗോ എന്ന് നോക്കാം. അപ്പം ഇന്ന് നമുക്ക് ഗോൾഡൻ റേഷ്യോ ലോഗോ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ സർക്കിൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഞാൻ വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഗോൾഡൻ റേഷ്യോ ലോഗോ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചെറിയൊരു ലോഗോ എങ്ങനെ ഗോൾഡൻ സർക്കിൾ ഉപയോഗിച്ച് ഗോൾഡൻ റേഷ്യോയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് ഗോൾഡൻ സർക്കിൾ ഉണ്ടാക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. വളരെ സിമ്പിളാണ്. ഏകദേശം ഈ ലോഗോയുടെ വലുപ്പത്തിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരയ്ക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ കോപ്പി എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഏകദേശം 1.618 എന്ന റേഷ്യോയിൽ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, കാരണം ഏകദേശം റേഷ്യോ ആണ്, ആ റേഷ്യോയിലാണ് സർക്കിളുകളെല്ലാം വരുന്നത്. നമുക്ക് ആ റേഷ്യോയിൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പം ഇൻറ്റു 1.618. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് അതിന് നമുക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്തിട്ട് ഇത് നമുക്ക് സ്ക്വയറുകൾ വരയ്ക്കണം, പെർഫെക്റ്റ് സ്ക്വയറുകൾ വരയ്ക്കണം. ഓക്കെ, Ctrl+Y അടിച്ചു കഴിഞ്ഞാൽ ആക്ലൈൻ വ്യൂ കിട്ടും. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഗോൾഡൻ സ്ക്വയർ ആയി. ഇനി നമുക്ക് സർക്കിൾ ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എലിപ്സ് ടൂൾ എടുക്കണം. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. കറക്റ്റ് സെൻറ്ററിൽ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ എല്ലാത്തിനും സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പം ഗോൾഡൻ സർക്കിൾ റെഡി. നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഇതാണ് ഗോൾഡൻ റേഷ്യോ സർക്കിൾ, ഗോൾഡൻ സർക്കിൾ. നമുക്ക് ഇതെങ്ങനെ ഇനി ലോഗോയിലേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഈ ലോഗോ ലോക്ക് ചെയ്യണം. Ctrl+2 അടിച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ആവും. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ഈ പാർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സർക്കിൾ മൊത്തം സെലക്ട് ചെയ്യും. ശേഷം ഷേപ്പ് ബിൽഡർ ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം ആ ഷേപ്പ് അത്രയും വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു കളർ കൊടുക്കാം. ഇനി ബാക്കി ഈ ഭാഗം നമുക്ക് വരയ്ക്കാം. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. വീണ്ടും അതേപോലെ തന്നെ ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക, ആവശ്യമുള്ള ഭാഗം വരയ്ക്കുക. ഓക്കെ, അതിന് ശേഷം ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി ഇതിനൊരു കളറാണ്. ഓക്കെ, ഇനി അടിഭാഗം കൂടെ വരയ്ക്കാം നമുക്ക്. ഓക്കെ, ശേഷം സെലക്ട് ചെയ്യുന്നു, ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുന്നു. സോറി, ഏരിയ മുതൽ സെലക്ട് ചെയ്യുന്നു, ബാക്കി വേണ്ടി ഡിലീറ്റ് ചെയ്യുന്നു. അതിനും ഒരു കളർ നൽകാം. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ഗോൾഡൻ റേഷ്യോയിൽ ലോഗോ ചെയ്യുക. അപ്പം ശ്രദ്ധിക്കുക, വളരെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് ഗോൾഡൻ സർക്കിൾ ഉണ്ടാക്കുക. അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ലോഗോയാണ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെറിയ ലോഗോയാണ്. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.